ബ്രോ നമസ്കാരം. നമസ്കാരം. ആരെയോ ലക്ഷ്യമിട്ട് ആരൊക്കെയോ ഉണ്ടാക്കുന്ന ബോംബുകൾ ഇത് എടുക്കുന്നത് നിരപരാധികളുടെ ജീവനാണ്. കണ്ണൂരുള്ള ബോംബ് രാഷ്ട്രീയത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പറമ്പില് തേങ്ങ ഉം. പെറുക്കാൻ പോയപ്പോ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച് വേലായുധൻ എന്ന് പറഞ്ഞ 85 വയസ്സുള്ള ഒരു വയോധികൻ അന്തരിച്ചിരിക്കുകയാണ്. ആരെയൊക്കെയോ അതെ, അതെ. ലക്ഷ്യമിട്ട് ആരോ ഉണ്ടാക്കുന്ന ബോംബാണ്. കണ്ണൂരില് രാഷ്ട്രീയ കൊലപാതകങ്ങൾ വലിയ രീതിയിൽ കുറയുമ്പോഴും ബോംബ് സ്ഫോടനങ്ങൾക്ക് കണ്ണൂര് യാതൊരുവിധ അറുതിയില്ല എന്നുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസം മാത്രമല്ല, ഇതിനു മുമ്പ് 2023 ജൂലൈ 6 മട്ടന്നൂരില് സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച് അസം സ്വദേശികളായിട്ടുള്ള ഒരു വർഷം അസം സ്വദേശി അച്ഛനും മകനും മരിച്ചിരുന്നു. അപ്പൊ ഇതിന് ഒരു വർഷം തികയുന്നതിന് മുമ്പാണ് ഇപ്പൊ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം. ആക്രമണം എന്ന് പറയാൻ പറ്റില്ല, ഇത് ഒരു തരത്തിലെ ആക്രമണം തന്നെയാണ്. കാരണം ഇത്തരത്തിലെ ബോംബുകളൊക്കെ ഉണ്ടാക്കി പതുക്കി വെക്കുകയാണ്. അപ്പൊ നാട്ടുകാർ ഇത് അറിയാതെ വന്ന് എടുക്കുന്നു. അപ്പൊ നാട്ടുകാർക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയായിട്ട് കൂടെ ഇത് മാറുകയാണ്. അപ്പൊ എന്താണ് ഈ കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തിന്റെ ഒരു കഥ എന്ന് പറയുന്നത്? കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയം സത്യം പറഞ്ഞാൽ കേരളത്തില് ഇപ്പൊ പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ പറഞ്ഞത് ഏഹ്, ഉം, അവിടെ എങ്ങനെ ബോംബ് വന്നു എന്ന് തീർച്ചയായിട്ടും അന്വേഷിക്കും, അതിന്റെ ഉം, കുറ്റവാളികളെ കണ്ടെത്തും, പിടിക്കും എന്നൊക്കെയാണ്. ഉം, അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമാണ് കണ്ണൂര്. അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ഇപ്പം 8ാമത്തെ വർഷമാണ്. അപ്പൊ ഈ സമയത്ത് ഉം, കണ്ണൂരിൽ പോലും ഒരു ബോംബ് എങ്ങനെ വന്നു എന്നോ അല്ലെങ്കിൽ എങ്ങനെ സംഭവിക്കുന്നു എന്നോ അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹം ഉം, ആരെയാണ് പറ്റിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത്രയും നാള് ഉം, ആഭ്യന്തരമന്ത്രി ഇരിക്കുന്ന സമയത്ത് കണ്ണൂർ പോലൊരു സ്ഥലത്ത്, കേരളം വളരെ ചെറിയൊരു സ്ഥലമാണ്, അപ്പൊ ഈ വളരെ ചെറിയൊരു ഉം, സ്ഥലത്ത് ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വലിയ പോലീസും കാര്യങ്ങളും ഈ അന്വേഷണവും പരിശോധനയൊക്കെ ഉം, ഉണ്ടായിട്ട് പോലും ഈ രീതിയിൽ ബോംബ് നിർമ്മിക്കാൻ കണ്ണൂരിൽ കഴിയുന്നുണ്ടെങ്കിൽ അതിന് പോലീസിന് ഭയമില്ലാത്ത ഒരു സംഘത്തിന് മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് നിലവിൽ ഉം, കേരളത്തിൽ ചെയ്യാൻ പറ്റുന്ന രണ്ടുപേരേ ഉള്ളൂ. ഒന്ന് SDP അല്ലെങ്കിൽ മറ്റൊന്ന് CPM. കാരണം SDP ഉം, ഈ ഭരണവർഗത്തിന്റെ പിന്തുണ കിട്ടുന്നുണ്ട്, CPM ഉം, ഭരണവർഗത്തിന്റെ പിന്തുണ കിട്ടുന്നുണ്ട്. അങ്ങനെ മാത്രമേ അങ്ങനെ ഒരു നിർമ്മാണം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഉം, പ്രതിരോധിക്കാൻ വേണ്ടി ഈ കുടിൽ വ്യവസായം പോലെ പലരും ചെയ്യുന്നുണ്ടാവാം. പക്ഷെ ഉം, കണ്ണൂരിലെ ബോംബ് കഥ എന്ന് പറയുന്നത് നമ്മൾ ഈ അതിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പം ഉം. 1976 ആദ്യത്തെ ബോംബ് കണ്ണൂരിൽ പൊട്ടുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അത് ഈ ഓ. ബീഡി തൊഴിലാളി ഒരു ബീഡി തൊഴിലാളികളുടെ സമരത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു ആക്രമണത്തിന് വേണ്ടിയിട്ടാണ് ഈ ബോംബ് ഉപയോഗിക്കുന്നത്. പക്ഷെ ആ ബോംബ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഗുണ്ട് ഏറുപടക്കം ആ ലെവലിലുള്ള ഒരു സംഭവം ഉം, മാത്രമായിരുന്നു. അപ്പൊ പിന്നീട് ഉം, ഈ പറഞ്ഞ അക്രമങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ബോംബ് എറിയുന്നു, കുറച്ചൊരു ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു, ആൾക്കാരെ ഒന്ന് ഭയപ്പെടുത്തി ഓടിക്കാം, ചുറ്റുമുള്ളവരെ ഓടിക്കാം, ഉം, ഈ ഉം. ആരെയാണോ വെട്ടാൻ വരുന്നത് അവരെ ഒന്ന് പെട്ടെന്ന് സ്തബ്ധനാക്കി മാറ്റിയിട്ട് വെട്ടാം. അപ്പൊ ഈ പറഞ്ഞ നമ്മൾ കൊല്ലാൻ പോകുന്ന ആളും ഏതെങ്കിലും ഒരു കൊലക്കേസിലെ പ്രതി ആയിരിക്കുമല്ലോ. അപ്പൊ അയാൾക്കും അത്യാവശ്യം ഉം. ആരോഗ്യവും കളരിയൊക്കെ അറിയുന്നവനായിരിക്കും. അപ്പൊ അതുകൊണ്ട് അയാളെ ഉം. ഭയപ്പെടുത്തി പെട്ടെന്ന് പരിഭ്രാന്തനാക്കിയിട്ട് വെട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ടാണ് അല്ല, ഈ ഈ ബോംബ് ബോംബ്. രാഷ്ട്രീയം കണ്ണൂര് തുടങ്ങുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ പല റഫറൻസ് എടുത്തപ്പോൾ അവര് പറയുന്നത്, ഇവര് പ്രധാനമായിട്ടും ബോംബ് ഉണ്ടാക്കുന്നത് ഒരാളെ കൊല്ലാൻ പോവുകയാണെങ്കിൽ അന്തരീക്ഷം ശുദ്ധീകരിക്കാനാണ് ബോംബ് ഉണ്ടാക്കുന്നത്. അതായത് ആൾക്കൂട്ടത്തിനിടയിലിട്ട് വെട്ടിക്കൊല്ലാൻ പോകുമ്പോൾ ഈ ആൾക്കൂട്ടത്തിനെ അവിടെ നിന്ന് മാറ്റണമല്ലോ. അപ്പൊ ഒരു ബോംബ് എറിയുമ്പോൾ ആൾക്കൂട്ടം ചിതറി ഓടും. അങ്ങനെ ചിതറി ഓടുമ്പോൾ ഈസി ആയിട്ട് ആ കൊലപാതകം നടത്താനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞതുപോലെ ഒന്ന് പകച്ചു പോകും. അതായത് ഒരു ബോംബ് തനിക്ക് നേരെ വരുമ്പോ പകച്ചു പോകും. അപ്പൊ നമുക്ക് TP ചന്ദ്രശേഖരന്റെ വധമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ TP വെട്ടിക്കൊല്ലുന്നതിന് മുമ്പേ TP സഞ്ചരിച്ച വണ്ടിക്ക് നേരെ ബോംബ് എറിഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ ടി അതെ, പി അതെ, ബോംബ് എറിഞ്ഞ ശേഷമാണ് TP വെട്ടിക്കൊല്ലുന്നതെന്ന് പറയുന്നത്. കണ്ടിന്യൂ. അതെ, അതെ, അതെ. അപ്പൊ അതുപോലെ മാത്രമല്ല, ഈ ബോംബ് എറിയുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പുകപടലത്തിൽ പെട്ടെന്ന് ആളുകൾക്ക് കാണാൻ പറ്റത്തില്ല. അത് കാരണം ദൃക്സാക്ഷികളും വരില്ല. ഭയപ്പെട്ട് തന്നെ വരില്ല. ഇതാകുമ്പോൾ ദൃക്സാക്ഷികൾക്കും വ്യക്തമായിട്ട് ആരാണ് കൊന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതിനെല്ലാം കൂടെ ചേർന്നാണ് ഉം, ഈ ബോംബ്. അല്ലാതെ ഒരാളെ കൊല്ലാനായിരുന്നില്ല ബോംബ് ഉപയോഗിച്ചിരുന്നത്. ആ ഒരു അന്തരീക്ഷം ഉം, സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. പക്ഷെ 92-ലാണ് ഉം, ആദ്യമായിട്ട് ഒരാളെ കൊല്ലാൻ വേണ്ടി ബോംബ് കണ്ണൂരിൽ എറിയുന്നതെന്നാണ് പറയുന്നത്. ഒരു ഉം, ബേക്കറി ഉം, കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. അപ്പൊ 92 പറഞ്ഞാൽ നമ്മുടെ ബാബറി മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ട് മദ്നിയുടെ ഒരു ഒരു കാലഘട്ടമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഉം, ബോംബ് എന്ന് പറയുന്നത് ആളെ കൊല്ലുന്ന ഒരു സാധനമായിട്ട് കേരളത്തിൽ വരുന്നത് ആ ഒരു കാലഘട്ടത്തിന് ശേഷമാണ്. അത് പിന്നീട് വളരെ വ്യാപകമായിട്ട് ഒരു കുടിൽ വ്യവസായം പോലെ കണ്ണൂരിൽ വളർന്നു. അപ്പൊ കണ്ണൂരിൽ ഇത് വളരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പാർട്ടി ഗ്രാമങ്ങളാണ്. അപ്പൊ ഉം, ഇപ്പോഴത്തെ ഈ ആധുനിക കാലത്ത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഈ വിരൽത്തുമ്പിൽ വിവരങ്ങൾ കിട്ടുന്ന ഈ ഒരു കാലത്ത് പോലും കുറച്ചെങ്കിലും മണ്ടന്മാരുള്ളത് ഈ കോൺഗ്രസിന്റെ വേണ്ടിയിട്ട് ഈ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും വേണ്ടി ജയ് വിളിക്കുന്ന കുറച്ച്, ഇപ്പൊ ഇന്ന് തന്നെ അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോഴും ഗാന്ധി കുടുംബമാണെന്ന് വിശ്വസിക്കുന്ന കുറച്ച് പേര്. അതുപോലെ തന്നെ ഈ ഉം, കണ്ണൂർ പോലുള്ള പ്രദേശങ്ങളിൽ CPM എന്ന് പറയുന്ന എന്തോ ഒരു വലിയ വ- ആ ഒരു പാർട്ടി ഗ്രാമങ്ങളുണ്ടല്ലോ, അതായത് പുറത്തുള്ള ഉം, ഉം, കാര്യങ്ങളൊന്നും അറിയാൻ ആഗ്രഹിക്കാത്ത, ചെവി കൊടുക്കില്ല. കാരണം അവർക്കത് കേൾക്കണ്ട. ഉം, ഉം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉം, സംവിധാനത്തിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി.
അപ്പൊ ആ ഉം, ഒരു രീതിയിലേക്ക് പ്രവർത്തിക്കുന്നത് ഈ കണ്ണൂരിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ ഇന്ത്യയിൽ എവിടെയെങ്കിലും പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഉള്ളത് കണ്ണൂരേ ഉള്ളൂ. അപ്പൊ അവിടെ ഉം, മുഴുവൻ പാർട്ടി ഗ്രാമം, അതായത് എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിൽ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അവിടെ ഉം, ബോംബ് കയറും ഉണ്ടാവില്ല, കുറ്റകൃത്യങ്ങൾ ഉണ്ടാവില്ല. കാരണം അവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് നാട്ടുരാജാക്കന്മാരെ പോലെ ഈ പാർട്ടി സംവിധാനമാണ്. അവിടെ ആ വീട്ടിലെ പെൺകുട്ടി ഏത് പയ്യനെ കല്യാണം കഴിക്കണം, ആ വീട്ടുകാർക്ക് വഴി പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആര് ശരിയാക്കി കൊടുക്കണം, ഇതെല്ലാം ആ പാർട്ടി ഗ്രാമത്തിൽ തീരുമാനിക്കുന്ന പാർട്ടിയാണ്. അപ്പം പ്രത്യേകിച്ചും രാജാവും പ്രജകളുമായിട്ട് ഏരിയ സെക്രട്ടറിയും അവിടുത്തെ ജനങ്ങളും പോകുമ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അതുപോ അതുപോലെ തന്നെ കണ്ണൂരിൽ ഇതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കോൺഗ്രസോ RSSO വളരുമ്പോഴാണ് അവിടെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ വളരെ ഉം, ഇപ്പം അവരെ ചോദ്യം ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് കണ്ണൂരിൽ എപ്പോഴും സമാധാനമാണ്, കണ്ണൂരിൽ എപ്പോഴും സമാധാനമാണ് എന്ന് പറയുന്നത് അവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ സമാധാനമാണ്. അവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ ഈ ബോംബ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ കൈ പൊട്ടിത്തെറിച്ചോ വല്ലതും ആരെങ്കിലും മരിക്കുകയാണെങ്കിലേ ഉള്ളൂ. അല്ലാതെ അവർ ആരെയും ഉം, വെട്ടിക്കൊല്ലാനോ ബോംബ് എറിയാനോ പോകാറില്ല. പിന്നെ ഈ പറഞ്ഞ ഉം, പോലെ വളരെ തീവ്രവാദ കേസിലെ പ്രതികളോ അല്ലെങ്കിൽ ആരെങ്കിലും കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളൊക്കെ കൊണ്ടുവന്ന് ഒളിച്ചു താമസിപ്പിക്കാനുള്ള ഒരു സ്ഥലമായിട്ടൊക്കെയാണ് ഈ പറയുന്ന പാർട്ടി ഗ്രാമങ്ങൾ വരുന്നത്. അപ്പം ഉം, വത്സൻ തില്ലങ്കേരിയാണ് പറഞ്ഞിട്ടുള്ളത്, ഈ ഇതിനെതിരെ ചോദ്യം ചെയ്യാൻ ഒരു ഗ്രൂപ്പ് വരുമ്പോഴാണ് തർക്കങ്ങൾ ഉണ്ടാവുന്നത്. ഉം, ഉം, തർക്കങ്ങളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. പിന്നീട് കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് CPM-ന്റെ ഉം, ഒരു അല്ലെങ്കിൽ മാർക്സിസത്തിന്റെ ഒരു ആശയം അവിടെ ആളുകൾ കുറയുകയും ഉം, RSS കൂടുകയും ചെയ്യുമ്പോൾ അത് RSSന്റെ പാർട്ടി ഗ്രാമങ്ങളായിട്ട് മാറും. ഉം, പിന്നെ അവർ പറയും, ഇവരനുസരിക്കും. ആ രീതിയിലാണ് കണ്ണൂരിലെ ഒരു സംഭവം നടക്കുന്നത്. പക്ഷെ കണ്ണൂരിലെ ഈ പ്രശ്നങ്ങൾ ഉം, അവസാനിക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പം ഉം, CPM-ഉം RSS-ഉം വിചാരിക്കുകയാണ് നമ്മൾ നാളെ മുതൽ പ്രശ്നങ്ങളൊന്നും വേണ്ടാന്ന് തീരുമാനിച്ചാൽ പോലും ഉം, കഴിഞ്ഞ വർഷം ഉത്സവത്തിന് ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ അവന്റെ കൂട്ടുകാരന് വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന ഒരു സംവിധാനം കണ്ണൂരുണ്ട്. കണ്ണൂരിലെ ആൾക്ക് ഭയങ്കര സ്നേഹമാണ്, അങ്ങോട്ടും ഉം, ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ്. അപ്പൊ എന്റെ സുഹൃത്തിനെ ഉം, അപ്പം ഞാനൊരു BJP-കാരനായതുകൊണ്ടാലും ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായതുകൊണ്ട് മാത്രമല്ല, ഇപ്പൊ ഉം, എന്റെ ഒരു സുഹൃത്തിനെ കഴിഞ്ഞ വർഷം കൊന്ന ആള് ജയിലിൽ നിന്ന് ഇറങ്ങി അയാളുടെ ഉം, കല്യാണത്തിന് പങ്കെടുക്കുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിപാടിക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ദിവസം അവനെ പോയിട്ട് ആക്രമിക്കുക, കൊല്ലുക എന്നുള്ളത് ഇവരുടെ ഒരു വികാരപരമായ പ്രകടനമാണ്. അപ്പൊ പല സമയത്ത് ഉം, പാർട്ടി പറയട്ടെ, ഇപ്പൊ നമ്മളാണ് ഭരിക്കുന്നത്, ഇപ്പൊ നീ ചെയ്യരുത്, ഉം, നമുക്ക് അപകടമാണ്, ഉം, നീ വേണ്ട, ഇല്ല വേണ്ട, ഇല്ല ചെയ്യില്ല എന്ന് പറയുകയും ചെയ്യും. എന്നാൽ ഇവർ പോയി ഉം, ചെയ്യുകയും ചെയ്യും. ഉം, പിന്നീട് ഇവരെ പാർട്ടിക്ക് സംരക്ഷിക്കേണ്ടി കൂടി വരും. കാരണം സംരക്ഷിച്ചില്ലെങ്കിൽ ഇവൻ ഇതിനു മുമ്പ് പാർട്ടി പറഞ്ഞിട്ട് ചെയ്ത കൊലപാതകങ്ങളും ബോംബേറും വിനീത് പറയും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പാർട്ടി ഉം, പറയാതെ ചെയ്ത കൊലപാതകങ്ങളുടെ ഉത്തരവാദിത്വം പോലും പാർട്ടിക്ക് ഏറ്റെടുക്കേണ്ടി വരും, ഇവരെ സംരക്ഷിക്കേണ്ടി വരും. പക്ഷെ ഈ കൂട്ടത്തിൽ എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടിക്ക് ഈ പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ കൊല്ലപ്പെടുന്ന ആളുകളെ രക്തസാക്ഷികളായിട്ട് പാർട്ടി കണക്കാക്കാറുണ്ട്, അവരുടെ കുടുംബത്തെ ഉം, സംരക്ഷിക്കാറുണ്ട്, പല സഹായങ്ങളും കൊടുക്കാറുണ്ട് പാർട്ടി. നിയമസഹായങ്ങളാണെങ്കിലും അവരുടെ കുടുംബത്തിന്റെ കാര്യങ്ങളാണെങ്കിലും ആർക്കെങ്കിലും ജോലി സഹായങ്ങൾ ലോണൊക്കെ കൊടുത്ത് പാർട്ടി അവരെ രക്ഷിക്കും. പക്ഷെ ഈ ഉം, കാറ്റഗറിയിൽ പെടാതെ ആർക്കും അറിയാതെ പോകുന്ന അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്ത ഭസ്മങ്ങളായി മാറുന്ന ആളുകളാണ് ഈ ബോംബ് ഉണ്ടാക്കുമ്പോൾ മരിക്കുന്ന ആളുകൾ. അപ്പൊ നമ്മൾ ഉം, അത് ഞാൻ കണ്ണൂരിലെ കാശ്മീരുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാശ്മീരിൽ നുഴഞ്ഞു കയറി ഇന്ത്യയിൽ ആക്രമിക്കുന്ന പല ആളുകളുണ്ട്. ഇതിൽ പാകിസ്ഥാൻ ഉം, പട്ടാളക്കാരും ഉണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പാകിസ്ഥാൻ പട്ടാളക്കാരെ അവരുടെ പാകിസ്ഥാൻ തോക്കോടുകൂടി പാകിസ്ഥാന്റെ എംബ്ലങ്ങളോട് കൂടിയൊക്കെ നമ്മൾ പിടിച്ച് ജീവനോട് പിടിക്കുകയോ അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുകയോ ചെയ്തിട്ട് നമ്മൾ പറയും ഈ അന്താരാഷ്ട്ര കരാർ പ്രകാരം പാകിസ്ഥാന്റെ സൈനികരുടെ മൃതദേഹം നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ തിരിച്ചു കൊടുക്കാൻ ഉം, വേണ്ടി പോകുമ്പോൾ പാകിസ്ഥാൻ പറയും ഞങ്ങളുടെ അല്ലെന്ന് പറയും. നമ്മൾ പല സിനിമയിലും ഉം, കണ്ടിട്ടുണ്ടാവും, അത് ഒറിജിനലായിട്ട് സംഭവിക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ അല്ല, ഇത് ഞങ്ങളുടെ പട്ടാളക്കാരല്ല, ഞങ്ങളുടെ പട്ടാളക്കാർ അതിർത്തി കടന്ന് വന്നിട്ടില്ല, ഇത് ഏതോ ഉം, നുഴഞ്ഞുകയറ്റക്കാരാണ്, ചിലപ്പം കാശ്മീരിൽ തന്നെയുള്ള ആളുകളായിരിക്കും. മജ്മൽ കസബ് പോലും പാകിസ്ഥാൻകാരനല്ല, ഇന്ത്യക്കാരനാണെന്നാണ് അവർ പറയുന്നത്. അതായത് ഉം, അവർ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാറില്ല, ഞങ്ങളുടെ അല്ല, അവർ കൈയൊഴിയും. അതുപോലെയാണ് ഈ ബോംബ് ഉണ്ടാക്കുമ്പോൾ മരിക്കുന്ന പാവങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ബോംബ് ഉണ്ടാകും, അതിനെ എനിക്ക് കുറച്ചൊക്കെ പാർട്ടി സഹായമൊക്കെ കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് അവർ ഉം, രക്ഷിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ കൊല്ലപ്പെട്ട് ഉം, കഴിഞ്ഞു കഴിഞ്ഞാൽ ബോംബ് ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ പാർട്ടിക്കാരാണെന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഉം, ബോംബ് ഉം. ഉണ്ടാക്കുന്നവർ ആരോ സാമൂഹ്യ വിരുദ്ധരായിട്ട് മാറുകയും അവർക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത ആളുകളായിട്ട് മാറുകയാണ്. ഇപ്പൊ അവരെ പോലും രക്തസാക്ഷികളാക്കുന്ന തരത്തിലേക്ക് CPM അപജയം ഉണ്ടായിട്ടുണ്ട് CPM-ന്. കാരണം അത്രത്തോളം അണികൾ സി പി ഇല്ലാത്തതുകൊണ്ടായിരിക്കും. എംകാർ CPM കേന്ദ്രത്തിൽ മാത്രമല്ല RSSകാർക്കിടയിലും ബോംബ് പൊട്ടി പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അല്ല അല്ല, RSS-ന്റെ ആണെങ്കിലും ഞാൻ പറയാം, RSS-ന്റെ ആണെങ്കിലും ഈ ബോംബ് ഉണ്ടാക്കുന്നതിന്റെ കൂട്ടത്തിൽ പൊട്ടിത്തെറിക്കുന്നവന് ഒരിക്കലും ആ പാർട്ടി ഏറ്റെടുക്കാറില്ല. ഞാൻ അതുകൊണ്ട് പറഞ്ഞ കണ്ണൂർ ഉം, കാശ്മീർ ഒരുപോലാണെന്ന് പറഞ്ഞു, അല്ലാതെ ഉം, ഉം, CPM-ഉം RSS എന്നല്ല പറഞ്ഞു. ആരാണെങ്കിലും ഈ ബോംബ് ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലുള്ള ഒരു ഒരു കരുത്തരായ ഒരാളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ബോംബ് ഉണ്ടാക്കുന്നത്. ഉം. അല്ലാതെ സാധാരണക്കാരനെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടിയിട്ടല്ല അല്ല, ഇവരെങ്ങനെ ഈ കണ്ണൂരിൽ. ബോംബ് ഉണ്ടാക്കുന്നത്?
ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്ത് ഈ ഗുണ്ടുകൾ പോലുള്ള സംഭവങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം പൊട്ടാഷ്യം ക്ലോറേറ്റും അതിന്റെ കുറെ രാസപ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇപ്പൊ ഈ സ്റ്റീൽ ബോംബ് എന്ന് പറഞ്ഞില്ല, ഇപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ സ്റ്റീൽ ബോംബ് എന്ന് പറയുന്നത് സ്റ്റീൽ പാത്രത്തിനകത്ത് ഇതെല്ലാം കൂടെ കുഴച്ച് വെച്ച് ഒരു പ്രഷറിലാണ് ഇത് അടച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ പുറത്ത് ഈ നൂല് വെച്ച് കെട്ടുകയോ, നൂല് വെച്ച് കെട്ടി ഒരു തേങ്ങ പോലെ ആക്കും. അപ്പൊ അതിന്റെയൊക്കെ ഫോട്ടോ നമുക്ക് യൂട്യൂബിൽ ഒക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഈ തെങ്ങിന്റെ ഇപ്പുറത്ത് നിന്നിട്ട് തെങ്ങിന്റെ അപ്പുറത്ത് നിന്നിട്ടാണ് ഇവരുടെ ഫൈനൽ കെട്ട് കെട്ടുന്നത്. കാരണം ഇതെല്ലാം ഫില്ല് ചെയ്ത് അതിന്റെ പ്രഷറിലാണ് ഈ സാധനം എറിയുമ്പോഴാണ് ഇത് പൊട്ടുന്നത്. ആ പ്രഷർ ചെറുതായിട്ട് കൈ കൊണ്ട് ഒന്ന് അമക്കിയാൽ പോലും, ഇപ്പൊ തേങ്ങ പിടിക്കുന്നവരൊന്ന് അമക്കിയാൽ പോലും ഈ ബോംബ് ചിലവ് പൊട്ടും. അതാണ് ഈ ബോംബ് പൊട്ടി കൈപ്പത്തി അറ്റുപോയി എന്നുള്ള കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ബോംബ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിന്റെ ഫൈനൽ കെട്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത് നടുക്ക് ഇങ്ങനെ തെങ്ങിന്റെ ഇപ്പുറത്ത് നിന്നിട്ട് നെഞ്ച് കവർ ചെയ്ത് കൈ അപ്പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഫൈനൽ കെട്ട് കെട്ടുന്നത്. കാരണം പൊട്ടിത്തെറിച്ചാലും നെഞ്ചും തലയൊന്നും പോകരുത്, കൈ മാത്രമേ പോകത്തുള്ളൂ. അങ്ങനെയാണ് ഈ കൈക്ക് മാത്രം കൂടുതൽ പരിക്ക് പറ്റുന്നത്. കൈപ്പത്തി ഏറ്റു എന്ന് പറയുന്നത്. റിസ്ക് എടുത്ത് ഇത്രയും വലിയ പണി ചെയ്യുന്നവൻ ഭയങ്കര ധൈര്യശാലിയായിരിക്കും. തീർച്ചയായിട്ടും കുറെ ആളുകൾ കാശിന് വേണ്ടിയിട്ടായിരിക്കാം. കുറെ ആളുകൾ ഈ പറയുന്നില്ലേ, ഇഞ്ചക്ട് ചെയ്യപ്പെടുകയാണല്ലോ, ചില ആശയങ്ങൾ ഇഞ്ചക്ട് ചെയ്യപ്പെടുകയാണ്. നമ്മളൊക്കെ ചെയ്യാൻ പോകുന്നത് എന്തോ വലിയ സോഷ്യലിസമാണ്, കമ്മ്യൂണിസമാണ്, രാജ്യസ്നേഹമാണെന്നൊക്കെ ആയിരിക്കും പല ആളുകളോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ പുന്നപ്ര വയലാറിലൊക്കെ തോക്കിനെതിരെ കൂറുപടിയായിട്ട് പോയ കഥയൊക്കെ സഞ്ജീവ് വൈസ്പതി പറഞ്ഞ ഓർമ്മയുണ്ടാവും കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത്. അതായത് അവരുടെ തോക്കിനകത്ത് നിന്ന് വെള്ളമേ വരത്തുള്ളൂ, നമുക്കൊന്നും പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ ഈ രീതിയിൽ മണ്ടൻ ചിന്താഗതികൾ അടിച്ചു കയറ്റിയിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് വലിയ എന്തോ സേവന പ്രവർത്തനമാണ്. ഇപ്പം ISISന്റെ ആൾക്കാർ പറയുന്നത് പോലെ അവിടെ പോയാൽ കൂറി കിട്ടും, മദ്യപ്പുഴ കിട്ടും എന്ന് പറയുന്ന പോലെ നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുവന്ന കൊടി വെച്ച് നിങ്ങളെ ആദരിക്കും, എല്ലാ വർഷവും നിങ്ങളുടെ കൊടി ഉയർത്തും. ഇപ്പൊ RSS ആണെങ്കിൽ കാവിക്കൊടി, അപ്പൊ ആ ഭഗവത് ധ്വജം നിങ്ങൾക്ക് ഇത് കിട്ടും. അങ്ങനെ ഇപ്പൊ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു വികാരപരമായിട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകാം. ഞാൻ പറഞ്ഞ ഈ കൂടുതൽ ആൾക്കാരും പണത്തിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ഈ രീതിയിൽ വേറൊരു പഠനം പറയുന്നത് വെച്ചാല് ഈ ബോംബ് ഉണ്ടാക്കാൻ വേണ്ട ഈ വെടിമരുന്ന് ആയുള്ള കെമിക്കൽ ഉണ്ടല്ലോ, ഈ കെമിക്കൽ ശരിക്കും തൂത്തുക്കുടിയിലാണ് ചൈനയിൽ നിന്ന് വരുന്നത്. ഒരു വർഷം 7.5 ടൺ സാധനങ്ങളാണ് ഇത് വരുന്നത്. ഇത് വരുന്നത് ഈ പറയുന്ന ക്വാറി മാഫിയയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റേ ഈ തീപ്പെട്ടിക്കൊള്ളിയുടെ അറ്റത്തുണ്ടാക്കുന്ന ഇത് ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ സാധനം വരുന്നത്. പക്ഷെ സൗത്ത് ഇന്ത്യയിലെ തൂത്തുക്കുടിയിൽ വന്നിറങ്ങുന്ന ഒരു വർഷം 7.5 ടണ്ണാണ്. ഇത് കേന്ദ്ര സർക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ രീതിയിലുള്ള പഠനം ഉണ്ടെന്ന് പറയുന്നത്. 2.5 ടണ്ണിന്റെ പോലും ഉപയോഗം ഈ തീപ്പെട്ടി കമ്പനികൾക്കും ഇല്ല. അല്ലെങ്കിൽ ഈ ഉത്സവങ്ങളുടെ വെടിമരുന്ന് ഉപയോഗിക്കുന്നവർക്കൊന്നും 2.5 ടണ്ണിന്റെയോ 3 ടണ്ണിന്റെയോ 4 ടണ്ണിൽ കൂടുതൽ ആവശ്യമില്ല. പിന്നെ ഈ 7.5 ടൺ എന്തിന് വരുന്നു വെച്ചാൽ ബാക്കി 3.5 ടണ്ണ് തീർച്ചയായിട്ടും സ്ഫോടക വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് വരുന്നത്. അതൊരുപക്ഷെ അനധികൃത കോറികൾക്കായിരിക്കാം, അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കായിരിക്കാം. അത് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്. അജിത് ഡോവലൊക്കെ തൂത്തുക്കുടി, വിഴിഞ്ഞം പോർട്ടിലൊക്കെ വന്നു പോയി എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അദ്ദേഹം സ്പൈ പോലെയാണല്ലോ, എപ്പോഴാണ് വരുന്നത് പോകുന്നത് അറിയാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വളരെ ഒരു വ്യാപകമായ ഒരു ബോംബ് ഭീഷണി ഇപ്പൊ ഇല്ല. ഞാനൊരു റിപ്പോർട്ടിൽ വായിച്ചത് ഏറ്റവും കൂടുതൽ ഈ ബോംബ് ഇതുണ്ട് കെമിക്കല് വരുന്നത് ആന്ധ്രാപ്രദേശിലെ വാറങ്കൽ കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ കണ്ണൂരിലാണ്. അപ്പൊ അത്രയും സാധനങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പം നമ്മളിപ്പോ ഇത് ആദ്യത്തെ സംഭവം ഒന്നുമല്ല ഇങ്ങനെ ഈ പറമ്പിൽ നിന്ന് കിട്ടിയിട്ട് പൊട്ടിത്തെറിക്കുന്നതെന്നും. 1998 99 എന്തോ അമാവാസി എന്ന് പറഞ്ഞൊരു പയ്യൻ നാടോടി തമിഴ് ബാലൻ വഴി കൂടെ പോകുമ്പോൾ ഒരു ചോറ്റുപാത്രം കളഞ്ഞു കിട്ടുന്ന പോലെ ഈ സാധനം കിട്ടിയിട്ട് തുറന്നു നോക്കി പൊട്ടിത്തെറിച്ച് കണ്ണും കൈയും പോയ ഒരു കഥയുണ്ട്. അയാൾ മരിച്ചിട്ടില്ല. അയാൾ ഇപ്പോഴും അമാവാസി എന്നാണ് അയാളുടെ പേര്. അയാൾക്ക് പൂർണ്ണേന്ദ്രൻ എന്ന് പേര് കൊടുത്തിട്ട് അയാൾ ഇപ്പോഴും തിരുവനന്തപുരത്ത് ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുപോലെ ഉള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പൊ എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ഈ വേലായുധൻ എന്ന് പറയുന്ന വ്യക്തി തീർച്ചയായിട്ടും അവിടെ ഉള്ളപ്പോ ഈ പാർട്ടി ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ അവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു വലിയ ബക്കറ്റിനകത്ത് മണ്ണ് നിറച്ച് അതിനകത്ത് ബോംബ് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കും. ഇത് പല ചെറിയ ചെറിയ ആക്രമണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഐസ്ക്രീം ബോംബുകളാണ്. നമ്മുടെ ഐസ്ക്രീം ബോളില്ലേ, ഐസ്ക്രീം ബോളിനകത്ത് ഈ സാധനങ്ങളെല്ലാം നിറച്ചിട്ട് എറിയുമ്പോ ചെറിയൊരു ഇതുണ്ടാക്കിയിട്ട് പൊട്ടിത്തെറിക്കും. കുറച്ചുകൂടെ വലിയ സാധനങ്ങൾക്കാണ് ഈ ചോറ്റുപാത്രം പോലുള്ള പാത്രങ്ങളിനകത്ത് ബോംബ് നിറച്ച് സ്റ്റീൽ പാത്രം ബോംബ് പോലെ ആക്കുന്നത്. അത് വലിയ അപകടം ഉണ്ടാക്കുന്നത്. അപ്പൊ അതാണ് ഇത് മരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പൊ ഇത് നേരത്തെ ഉണ്ടാക്കി വെക്കും. ചിലപ്പോൾ ഇലക്ഷന് മുമ്പായിട്ട് ഷാഫി പറമ്പിലൊക്കെ പറഞ്ഞ പോലെ ഇലക്ഷന് മുമ്പായിട്ട് അവിടെ ഇവിടെയൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ പ്രദേശത്ത് ഇത് ഉണ്ടാക്കിയിട്ട് ആളൊഴിഞ്ഞ പറമ്പുകളിൽ, ആളൊഴിഞ്ഞ വീടുകളിൽ
മണ്ണിൽ കുഴിച്ചിടുകയോ ബക്കറ്റിനകത്താക്കി നിറച്ചു വെക്കുകയോ മണ്ണ് നിറച്ചു വെക്കുകയോ അല്ലെങ്കിൽ ഓലയുടെ അതാണ് എന്റെ അടിയിൽ ഇങ്ങനെ എന്റെ 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 അടുത്തൊരു സംശയം. അതാണ് ഇതെന്തിനാണ് ബാക്കിയുള്ള ആൾക്കാരുടെ പറമ്പുകളിലും വീടുകളിലും കൊണ്ടിടുന്നത് ഈ ബോംബ് ഉണ്ടാക്കിയിട്ട് വരും. അതാണ് എന്റെ അല്ല ഇത് സംശയം. ഞാൻ ഇവർക്ക് ആ എപ്പോഴാണോ ഇവർക്ക് ആവശ്യം വരുന്നത്, ഞാൻ പറഞ്ഞില്ലേ, അതായത് ഉം, ഒരു ആക്രമണ സാധ്യത ഉണ്ടായി, അവിടെ ബോംബ് എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് നമുക്ക് ബൂത്തിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കണം. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക്, ഞാൻ ഒരാ പാർട്ടി എന്ന് പറയുന്നില്ല, ഇപ്പൊ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഉം, കൂടുതൽ സ്വാധീനമുള്ള ഒരു മേഖലയിൽ അവരുടെ അത്രയും വോട്ടുകൾ കുറയ്ക്കാൻ അവിടെ 2 ബോംബ് എറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാണ്. ബോംബ് എറിയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും വരുന്നു, പിന്നീട് ആ മേഖലയിലേക്ക് ആളുകൾ വോട്ട് ചെയ്യാൻ പോവില്ല, ബൂത്തിൽ ഉം, പ്രശ്നമാണ്. അപ്പൊ അവിടുത്തെ പോളിംഗ് ശതമാനം കുറയ്ക്കാൻ പറ്റും. അപ്പം ഉം. CPM-ന് എതിരായിട്ടുള്ള വോട്ടുകൾ വരാൻ പോകുന്ന ഒരു ബൂത്തിൽ ഒരു 4 ബോംബ് എറിഞ്ഞു കഴിഞ്ഞാൽ അത്രയും പേര് പോളിംഗ് കുറയും. അത് ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ അതെ, അതെ, അത്രയും നല്ലൊരു പോളിംഗ് ടെക്നിക്കാണ്. പോളിംഗ് കുറയുമ്പം എണ്ണം കുറയുമ്പോൾ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ആ രീതിയിൽ ബൂത്ത് പിടുത്തം പണ്ടൊക്കെ സ്ഥിരമായിരുന്നു. ഇപ്പം കുറച്ചും കൂടെ കേന്ദ്രസേനയും കാര്യങ്ങളും ഇലക്ഷൻ കമ്മീഷൻ കുറച്ചുകൂടെ ഉത്തരവാദിത്തമുണ്ട്. ഇപ്പൊ CCTV ക്യാമറയൊക്കെ വന്നതുകൊണ്ടാണ് കുറഞ്ഞിട്ടുള്ളത്. പണ്ട് ബൂത്ത് പിടുത്തം ഈ ബോംബേറൊക്കെ സ്ഥിരമായിരുന്നു ഇലക്ഷനിൽ. ഇപ്പൊ ഇത്തവണ അങ്ങനെ ഒരു വാർത്ത പോലും വന്നിട്ടുണ്ടായില്ല. അപ്പൊ ഈ ബോംബുകളൊക്കെ ഉണ്ടാക്കി വെച്ചത് ഒരുപക്ഷെ സാഹചര്യം കിട്ടിയാൽ അങ്ങനെയുള്ള ബൂത്ത് പിടുത്തത്തിനും മറ്റു കാര്യങ്ങൾക്കും ആക്രമണത്തിനൊക്കെ വേണ്ടിയിട്ട് തന്നെയായിരിക്കും. പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ ഇവര് സൂക്ഷിച്ചു വെക്കുന്നത് ആളൊഴിഞ്ഞ, ഇത് ഉണ്ടാക്കുന്നതും ആളൊഴിഞ്ഞ ഏതെങ്കിലും ആ പറമ്പിന്റെ ഓണർ ഏതോ പ്രവാസിയാണെന്നാണ് മനസ്സിലാകുന്നത്. 3 വർഷമായിട്ട് ആ പറമ്പ് ആരും ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഓ സ്ഥലങ്ങളാണ് അവർ നോട്ട് ചെയ്തിട്ട് അവിടെ കൊണ്ട് ഇത് വെക്കും. അപ്പൊ പെട്ടെന്ന് നമുക്കൊരു വണ്ടി കൊണ്ട് നിർത്തി എടുത്തോണ്ട് പോകാനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്. ഈ പലരും ഇത് സൂക്ഷിച്ചു വെക്കുന്നത് മണ്ണിനടിയിലായിരിക്കും, അല്ലെങ്കിൽ ഓല ഇട്ട് വെച്ചിട്ട് ഓല അടി വെക്കും. അങ്ങനെ പാവപ്പെട്ട ആരോ ഓല പറക്കാൻ വന്നപ്പോഴാണ് ഇദ്ദേഹം ഇത് എടുത്തതും പൊട്ടിത്തെറിക്കുന്നത്. പക്ഷെ സാധാരണ ഒരു സ്റ്റീൽ പാത്രത്തിന്റെ പോലെ ഒരു സംഭവം എന്ന് പറയുന്ന ഒരു നിധിയായിട്ടൊന്നും ആൾക്കാർക്കും തോന്നത്തില്ല, എന്താണെന്ന് മനസ്സിലായി. പക്ഷെ സ്റ്റീൽ ബോംബായിരുന്നു. കണ്ണൂരിലുള്ള ഒരാൾക്ക് അത് കണ്ട ബോംബാണ് എന്ന് മനസ്സിലാക്കാനുള്ള അറിവ്, പ്രത്യേകിച്ച് 85 വയസ്സായതുകൊണ്ടായിരിക്കും, ഒരു ശരീരത്തിന് ഓർമ്മ കുറവുണ്ടോ എന്തോലും ആയിരിക്കാം. സാധാരണ ഒരു ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള ആൾക്കാർക്ക് മനസ്സിലാകും അത് ബോംബാണ്. തുറന്നു നോക്കേണ്ട ആവശ്യം, തുറന്നൊക്കെ അല്ല, പൊട്ടിത്തെറിക്കും ഒരു എന്ന്. നാടിന്റെ ഒരു അവസ്ഥയെ വളരെ വളരെ സിമ്പിൾ ആയിട്ടാണ് താങ്കൾ അത് പറയുന്ന പോലെ. സാധാരണ ഒരു ആൾക്കാർക്ക് മനസ്സിലാവും റോഡിൽ ഒരു സ്റ്റീൽ പാത്രം കിടന്നാൽ അത് ബോംബാണെന്ന്. അതുപോലെയാണ് ഒരു നാടിന്റെ ഒരു അവസ്ഥ. അതെ, അത് ഒന്നും രണ്ടും അല്ല, ഒരു 35-50 സിറ്റുവേഷൻ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൊച്ചു കുട്ടികൾക്ക് ഉള്ള ഒരു പക്ഷേ ഇതെന്താണെന്ന് ചോദിച്ചാണോ അല്ലെങ്കിൽ പരിക്കേറ്റിട്ടുണ്ട്, കൊച്ചുകുട്ടികൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഐസ്ക്രീം ബോളിന്റെ കൂട്ടുള്ള ചെറിയ ബോംബുകളുണ്ട്. അപ്പൊ ഇതൊക്കെ കുട്ടികൾ എടുക്കുന്ന സംഭവമായിരിക്കും. പക്ഷെ വലിയ ആളുകൾക്ക് ഒരുപക്ഷെ ഈ പറമ്പിൽ ഈ ഓലക്കടിയിൽ ഇതിരിക്കുന്നത് കാണുമ്പോൾ അത് ബോംബാണെന്ന് മനസ്സിലാകാത്തത്രയും അറിവില്ലാത്തൊരു കണ്ണൂരിൽ ഇല്ല എന്നാണ് ഞാൻ. കാരണം ഇത്രയും കാലം, ഇത് ചെറിയ കാലമല്ല. അതെ, ഈ കണ്ണൂരുള്ള ആൾക്കാരോട് ഇങ്ങനെ പറയാൻ കേട്ടോ. അതായത് കണ്ണൂരുള്ളവർക്ക് ബോംബ് ഇട്ടാൽ മനസ്സിലാവും എന്നുള്ള രീതിയിൽ അത് അവർക്ക് മനസ്സിലാവേണ്ടതാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാവേണ്ടതാണ്. അല്ല, മനസ്സിലാവേണ്ടതാണെന്ന് പറഞ്ഞാൽ അതാണ് ആ ഒരു അവിടുത്തെ എല്ലാ സ്ഥലത്തും ഉണ്ട് ഇപ്പം. ആ ഒരു സാമൂഹിക സാഹചര്യത്തിലൂടെ അവർ പോകുന്നത് കൊണ്ട് പറഞ്ഞതായിരിക്കും. കാരണം ആ കണ്ണൂരുള്ള ആൾക്കാർക്ക്, കാരണം കണ്ണൂരിൽ നിരന്തരം ബോംബ് സ്ഫോടനങ്ങളൊക്കെ പലപ്പോഴായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്. കണ്ണൂർ വളരെ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്, വൈകാരികമായ സ്നേഹമുള്ളവരാണ്. ഇപ്പൊ നാളെ എന്റെ ഒരു കൂട്ടുകാരന് അല്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ ഒരു കണ്ണൂരുകാരനെ കൂട്ടുകാരൻ വളരെ പെട്ടെന്ന് പ്രതികരിക്കും. ഒരു പോലീസുകാരൻ നമ്മളെ അടിച്ചാൽ തിരിച്ച് പോലീസുകാരനെ അടിക്കാനും തയ്യാറാകുന്ന തരത്തിലുള്ള ഒരു സ്നേഹമാണ് അവിടെ കണ്ണൂരുകാരുടെ സ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ കൊലപാതകത്തിന് അവിടെ കൂടുതൽ ഈ പ്രതികാരം ഉണ്ടാകുന്നത്. ഒരാളെ കൊല്ലുന്നു, തിരിച്ച് അടുത്ത വർഷമാണെങ്കിൽ ശരി അത് മനസ്സ് വെച്ചുകൊണ്ട്, അത് നമ്മുടെ നാട്ടിലുണ്ട്, ഈ ഉത്സവങ്ങൾക്കൊക്കെ അടി കിട്ടുമ്പോൾ തിരിച്ചു അടിക്കുക. നമ്മുടെ ഈ തെക്കൻ കേരളത്തിലൊക്കെ അത് അടിയിൽ തീരും. പക്ഷെ അങ്ങോട്ട് പോകുമ്പോ അത് ബോംബിലോട്ട് മാറും. നമ്മളെ ആര് ഭരിച്ചിരുന്നു അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം അതൊരു ഘടകമാണ്. ഇപ്പൊ തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഒരു പിന്മുറക്കാരാണ് നമ്മള്. അപ്പൊ അതിന്റെ ഒരു രീതിയും അവിടുത്തെ സാമൂതിരി, ടിപ്പു സുൽത്താൻ, അവരൊക്കെയാണ് മലബാർ മേഖല ഭരിച്ചിരുന്നത്. അപ്പൊ ആ ഒരു സംസ്കാരം കൂടി ഇവരെ ബാധിക്കും, സ്വഭാവത്തെ ബാധിക്കും. മനസ്സിലായില്ല? പെട്ടെന്ന് തിരിച്ചടിക്കുക. ഇവിടെ ആകുമ്പോ അത്രയും ഇല്ല, സമാധാന ചർച്ചയ്ക്കൊക്കെ തയ്യാറാവുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു രീതിയാണ്, അല്ല കണ്ണൂർ ജില്ലയെ കുറിച്ച് പറഞ്ഞല്ല. എന്തായാലും കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയം ഇനിയും അവസാനിക്കുന്നില്ല എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെയാണ്. ഇതിന് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു പരിഹാരം എന്ന് സർക്കാർ എത്രയും വേഗം ആലോചിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി സർക്കാരും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഇത് നടത്തുന്നതെങ്കിൽ നമുക്ക് യാതൊന്നും പറയാനില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. കണ്ണൂരിലുള്ള ജനങ്ങൾ ഇതില് അവരുടെ നിലപാടാണ് ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം.